UDF ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ വിഷയം? UDF ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് UDF ഉണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. ലീഗിന്റെ നിലപാട് ഭൂമിയാണ് എന്നുള്ളതിനേക്കാൾ അവിടെയുള്ള ആളുകൾ കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സാമുദായിക സൗഹാർദ്ദം തരാൻ പാടില്ല. അത് സർക്കാർ എടുക്കട്ടെ. അത് സർക്കാർ, അത് മുസ്ലിം ലീഗിന്റെ ഇവിടെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത്. സംസ്ഥയുടെ അവരൊക്കെ പറഞ്ഞത് തന്നെയാണ്. മുജാഹിദ് സംഘടനകളും ജമാഅത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത്. അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ പരസ്യപ്രതികരണം ഉണ്ടാവില്ല, പരസ്യപ്രതികരണം പാടില്ല. പരസ്യപ്രതികരണം അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ചർച്ചകളും അതുപോലെ കൂടിയാലോചനകളും അവിടെ മതസൗഹാർദ്ദവും ഒപ്പം അവിടെ ആളുകളെ കുടിയിറക്കാതിരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതെ, അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് പോയി തുടർ നടപടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ നേരിട്ട് വന്ന് 18 ബിഷപ്പ്മാര് അവരെ പ്രതിനിധികൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച. അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു. പ്രശ്നം ഒരു പരിഹാരത്തിലേക്കാണ് പോകുന്നത്. ഗവൺമെന്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി. ഗവൺമെന്റ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കിയ ആരും തന്നെ അവരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ഇവിടെ പറഞ്ഞതും അതാണല്ലോ. അതുകൊണ്ട് സൗഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDF-ഉം ലീഗും ഒക്കെ അത് തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അടുത്ത വർഷം ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ല, ഗവൺമെന്റ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അതാണ് ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെന്റ് വെച്ചു എന്ന് പറയും. ഇനി അവരാണൊക്കെ എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള സർക്കാരിന്റെ 3 മാസ കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത്. അനന്തമായ ഒരു കാലാവധിയൊന്നും അതിനകത്തില്ല. ഈ വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോഴും പറയുന്നത് UDF എന്നാണ്. മുസ്ലിം ലീഗ് പറയുന്നു വഖഫല്ല, മറ്റൊരു വഖഫാണെന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നത് ഇപ്പോഴും UDF-നകത്ത് നിന്നാണ്. ലീഗിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനാണ് ഞങ്ങൾക്ക് കാര്യമുള്ളത്. പക്ഷേ സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം. അതിനാവശ്യമായിട്ട് നടപടികൾ സർക്കാർ എടുക്കണം. ഓക്കെ.